ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കോൺ സൂപ്പാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്, വിനീഗർ, 2 മുട്ട വേണം, കോൺഫ്ലവർ, സ്വീറ്റ് കോൺ കേർണൽസ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാൻ റെഡ് ചില്ലി സോസും സോയാ സോസും എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ചിക്കൻ ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കുക്കറിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് തുറന്ന് ചിക്കൻ എടുക്കുകയാണ്. ഇനി ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കാം. ഇത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുത്ത വെള്ളമാണ്, ചിക്കൻ സ്റ്റോക്ക്. അത് വേറൊരു പാത്രത്തിലാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കിയത് ഇതിലേക്ക് ഇടാം. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ വിനീഗർ, അര ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അര ടേബിൾ സ്പൂൺ സോയാ സോസ്. ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർക്കാൻ. ഫുൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഒരല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം സൂപ്പിലേക്ക്. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കുറേശ്ശെയായിട്ട് മുട്ട ചേർക്കാവൂ, അല്ലെങ്കിൽ ഒന്നിച്ച് കട്ട കെട്ടിപ്പോവും. ഇതാകുമ്പം നല്ല തിൻ സ്ട്രിപ്സ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ചിക്കൻ കോൺ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നമുക്കുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കോൺ വേണമെങ്കിൽ ഞാനിപ്പോൾ 1 കോണാണ് ചേർത്തിട്ടുള്ളത്. 2 കോൺ വേണമെങ്കിൽ ചേർത്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.